പരിചയപ്പെടുത്തിയ അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും ഒക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിച്ചവർ തന്നെയാണ്. സ്വഹാബിമാർ പലരും രോഗികളാണ്. ബദരീകളെ പേര് ശരിയ രോഗം മാറുമെന്ന് പറഞ്ഞല്ലോ. ബദരീകളുടെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 ദിവസമാണ് രോഗിയായി കിടന്നത്. സഫർ മാസം 30-ന് രോഗം ആരംഭിച്ചു. റബീഉൽ അവ്വൽ മാസം 12-ന് നബി തങ്ങൾ വഫാത്തായി. 12 ദിവസം രോഗിയായി കിടന്നു. അവസാനത്തെ 5 ദിവസം ശക്തമായ പ്രയാസമായി, അതികഠിനമായ വേദനയായി. പലപ്പോഴും ബോധം നഷ്ടപ്പെട്ടു, ബോധമില്ലാതെ കടന്നു. നബിയുടെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പാന്റെ വേദന കണ്ടപ്പോ ഫാത്തിമ വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വാ കർബ അബതാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, വല്ലാത്ത വേദന ഉപ്പ അനുഭവിക്കുന്നുവല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് മകള് പറയുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. സ്വഹാബിമാർ ചോദിക്കുന്നു, നബിയെ നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നുവല്ലേ, വല്ലാത്ത പ്രയാസമുണ്ടല്ലേ? നബി തങ്ങൾ പറഞ്ഞു, അതെ, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. നിങ്ങൾ 2 പേർ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. 2 ആളുടെ വേദന നബി തങ്ങൾക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു ആ അവസാന സന്ദർഭങ്ങളിൽ എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞത് ഹദീസിൽ കാണുന്നു. ബദരീങ്ങൾ 2ാമത്തെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രോഗിയായി കിടന്നു, രോഗം ബാധിച്ചാണ് മരിച്ചത്. പനി ബാധിക്കുമ്പോ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, കുല്ലും റിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅരിഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് പനിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, എല്ലാവരും അങ്ങനെ ദിവസം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു, മരണമിതാ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്താണ്. അവർക്ക് രോഗം വരുമ്പോൾ മരണമാണ് ഓർമ്മയായത്, രോഗം വരുമ്പോൾ റബ്ബിനെയാണ് ഓർമ്മയായത്. അല്ലാതെ ഞാൻ ഖലീഫയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖാണ്, കറാമത്തുള്ളവരാണ്, ആ രോഗം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നല്ല അവരാരും സ്വീകരിച്ച മാതൃകാരൻ. അവരിതുകൊണ്ട് കച്ചവടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ബദരീകളെ 3ാമത്തെ നേതാവ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുത്തേറ്റാണ് മരിച്ചത്. നമുക്കറിയാം, കുത്തേറ്റു ശക്തമായ മുറിവുണ്ടായി. അദ്ദേഹത്തിന്റെ കുഴൽമാലകൾ പോലും പുറത്തേക്ക് വരുമാറുള്ള മുറിവേറ്റുകൊണ്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. 4ാമത്തെ നേതാവ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വീട് വളഞ്ഞ് അകത്ത് കയറി ഈത്തപ്പന മട്ടല് കൊണ്ട് തലക്കടിച്ച് തല പൊട്ടിപ്പിളർന്ന് കയ്യിൽ പിടിച്ച മുസ്ഹഫിലേക്ക് തന്റെ രക്തമൊന്നാകെ ചീറ്റി ആ മുസ്ഹഫിൽ തലയും വെച്ചുകൊണ്ടാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ബദരീകൾ 5ാമത്തെ നേതാവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ മാറി നിന്ന ശത്രു അദ്ദേഹത്തെ കടാര കൊണ്ട് കുത്തുകയും മുറിവേൽക്കുകയും ആ മുറിവ് പഴിക്കുകയും 17 ദിവസം രോഗിയായി കിടക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. ബദറുമാലി പറഞ്ഞതോ, ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ മതി, എല്ലാ രോഗവും ശിഫയാകുന്ന. 6ാമത്തെ നേതാവ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ച അബൂ ഉബൈദ മരിച്ചത് ബദരീങ്ങളെ 6ാമത്തെ നേതാവാണ്. ബദറിൽ പങ്കെടുത്ത 300 ചില്ലാനം ആളുകളിൽ 151 ആളുകൾ ഇത്തരം വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് അവർ പിന്നീട് വഫാത്തായത്. 151 ബദരീങ്ങൾ. മിഖ്ദാദ് എന്ന് പറയുന്ന ബദരീങ്ങൾ, അദ്ദേഹം വലിയ കുടവയറുള്ള ആളായിരുന്നു. വയറുകൊണ്ട് പ്രയാസപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ അടിമ പറഞ്ഞു, നിങ്ങളെ വയറ്റിൽ വല്ലാത്ത കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പ് ഒഴിവാക്കാനൊരു ഓപ്പറേഷൻ എനിക്കറിയാം, ഞാൻ നിങ്ങളെ വയറ് കീറി ആ കൊഴുപ്പൊക്കെ ഒഴിവാക്കി തരാം, എന്നാൽ നിങ്ങളെ വയറ് ചുരുങ്ങി കിട്ടും. മിഖ്ദാദ് എന്ന ബദരീങ്ങൾ കടന്നുകൊടുത്തു. ഈ അടിമ ഒരു കത്തിയെടുത്ത് വയറ് കീറി, ആ വയറ് കീറി ഇപ്പൊ ആള് മരിച്ചപ്പോ അടിമ ഓടി രക്ഷപ്പെട്ടു. ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മിഖ്ദാദ്. അദ്ദേഹം പറഞ്ഞു, നീ എന്താടാ എന്നെ പറ്റി വിചാരിച്ചത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് നിനക്കറിയില്ലേ എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല. എത്രയെത്ര സംഭവങ്ങൾ നടക്കും. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അവരിവിടെ ഹാജരാകുന്നു, വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ വന്നു, നട്ടപ്പാതിര കയറി വന്നുവെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ആ സ്ഥാനത്തേക്ക് കയറാനാണ് വേറെ ചില ഉസ്താദന്മാരുടെ ശ്രമം. സി എം മടവിന്റെ കറാമത്തുകൊണ്ട് മൂപ്പടിക്ക് കാര്യമില്ല. കാരണം സി എം മടവിന്റെ ജാറം ഇ കെ സുന്നയാളെ കയ്യിലാണ്. അതുകൊണ്ട് ഇനി അതിന് ബദലായി ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമോ എന്നാണ് ഭാരതത്തിലെ ഉസ്താദുമാർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് കാന്തപുരം മുസ്ലിയാർ നാടകം കളിച്ചത്. എന്താ സുഖല്ല, ഡയാലിസിസ് ആണ്. അപ്പോ അതൊന്നും വേണ്ട, നിർത്തിക്കള. കേട്ടോളൂ നിങ്ങൾ ആ പ്രസംഗം. അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാള് കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്.
ഇനി ചെയ്യണ്ട. ആമീൻ. അള്ളാഹു താല അദ്ദേഹത്തെ ശിഫയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ, വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ. അൽഹംദുലില്ലാ. കണ്ടോ, ബാപ്പി മോനും കൂടി ഒപ്പിച്ച നാടകമാണത്. കാരണം മോന് ബാപ്പാനെ വെച്ച് കച്ചവടമാക്കിയാൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിന് ഒപ്പിച്ചുണ്ടാക്കിയപ്പോൾ തന്നെ അപ്പൊ ആഴ്ച 3 ലൈസൻസ് ഉണ്ട്. ഏയ് വേണ്ട വേണ്ട, 3 വേണ്ട, 1 വേണ്ട, വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാ പിന്നെ വേണ്ടാന്നേനാ. പറഞ്ഞ ആളാ പിന്നെ പോയി അഡ്മിറ്റ് ആയത്. ഈ വേണ്ടാന്ന് പറയാൻ കഴിവുള്ള ആളാ പിന്നെ പോയിട്ട് മാസങ്ങൾ അഡ്മിറ്റ് ആയത്. നാട് മുഴുവൻ കുത്തുബേച്ചെടുത്തി ഉസ്താദിന്റെ രോഗം മാറാൻ വേണ്ടി. അല്ലാതെ ഉസ്താദിനോട് പറഞ്ഞാൽ പോലെ വേണ്ടാന്ന് അതുണ്ടായിട്ടില്ല. സഹോദരങ്ങൾ, ഈ വക തട്ടിപ്പന്മാർ ഇപ്പൊ ഈ ചട്ടിപ്പറമ്പിൽ നടന്ന ഈ ഒരു വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ ചാനലുകാർ ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ട് പ്രസംഗിച്ച ഉസ്താദുമാരെ ക്ലിപ്പൊക്കെ എല്ലാം പൊങ്ങി വരാണ്. പകരം മുസ്ലിയാർ പറഞ്ഞു, എന്റെ ഭാര്യ 9 പ്രസവിച്ചു, ഒറ്റന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, എല്ലാം വീട്ടിൽ നിന്നാണ്, ഞാൻ തന്നെ ഡോക്ടർ. അതാ പ്രശ്നം, ഞാൻ തന്നെ ഡോക്ടർ എന്നാ മൂപ്പര് പറഞ്ഞത്. അപ്പൊ ചാനലുകാര് കാന്തപുരം സമസ്തയിലെ നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെ നിങ്ങളെ പകലുസ്താദ് പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞ പകലുസ്താദ് ഇപ്പൊ ഞങ്ങൾ പാർട്ടിയിലില്ല. പകലുസ്താദ് ഇപ്പൊ പാർട്ടിയിലില്ല. ആയിക്കോട്ടെ, പകലുസ്താദ് പാർട്ടിയില്ലെങ്കിൽ നിങ്ങളെ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഡയാലിസിസ് വേണ്ടാന്ന് മൂപ്പരെയും പുറത്താക്കിയോ? അതിന് മറുപടി ഇല്ല. അതിന് മറുപടിയെ കേട്ടപ്പോൾ ചാനലുകളുടെ ചോദ്യം കേൾക്കാൻ നമുക്ക് ആ ഒരു ചർച്ച. അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സമസ്തക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളുവോ, എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? പക്ഷെ ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് ആളല്ല എന്നാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞത് യാതൊരു ഔദ്യോഗിക ചുമതലയിലുള്ള ആളല്ല എന്നാണ്. ഒരു വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളിപ്പറയുമെന്ന് ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ് AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനു ഈ എടുത്താകുന്നത്തെ പണിക്ക് നിൽക്കുന്നത് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോരെന്ന് നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ 2ലും വീഡിയോ തള്ളാം, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ 2ലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യം എടുത്ത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദ്. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിയിട്ടോണ്ട് സമാധാനം. കണ്ടോ, ചാനൽ ചർച്ചയിൽ ചോദിക്കുക, പകരം മുസ്ലിമേ പകരം തള്ളി, എന്നാ പിന്നെ കാന്തപുരം മുസ്ലിമെ തള്ളുവോന്നാ? അതിന് മറുപടി ഇല്ല. അത് ഉരുണ്ട് കളിക്കാണ്. ആ വീഡിയോ തള്ളാൻ ഉസ്താദ് തള്ളാൻ ധൈര്യമില്ല. അപ്പൊ യഥാർത്ഥ എല്ലാവരും ഇവിടെ ഇതിന്റെ പ്രതികൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചികിത്സാ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുകയും അതൊന്നും വേണ്ടതില്ല എന്ന് പ്രചരിപ്പിക്കുകയും പകരം നമ്മൾ ഉസ്താദിന്റെ വാക്കിട്ടിയാൽ മതി, ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മടവൂരൊന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വഴിയിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, അതൊരിക്കലും ദീനുമായി ബന്ധമുള്ളതല്ല എന്നാണ് പറയാനുള്ളത്. ദീൻ അങ്ങനെയല്ല. ദീനില് രോഗം വന്നാൽ ചികിത്സിക്കണം. അത് ഏത് ചികിത്സയുമാവാം. നേരത്തെ നമ്മുടെ പർപ്പുസ്താദ് പറഞ്ഞു, അനുവദനീയമായ ഏത് ചികിത്സയുമാവാം, ഇന്ന ചികിത്സ അതല്ല. അനുവദനീയമായ ഇസ്ലാമിനെതിരല്ലാത്ത ഏതു ചികിത്സയും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാം. ചികിത്സിച്ചാൽ മാത്രം രോഗം മാറണം നിർബന്ധമുണ്ടോ? ഇല്ല. എല്ലാ രോഗവും ചികിത്സിച്ചാൽ മാറിക്കൊള്ളുന്നില്ല. ചില രോഗം ചികിത്സിക്കാതെ മാറും, ചില രോഗം ചികിത്സിച്ചാലും മാറണമെന്നില്ല. അതൊക്കെ വ്യത്യസ്തമായ രോഗത്തിന്റെ ചില സ്വഭാവങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകും.
പക്ഷെ പൊതുവായി നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രോഗം ഇറക്കിയാലും അതെല്ലാം മരുന്നും ഇറക്കിയിട്ടുണ്ട്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ദവാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രോഗം ഇറക്കിയാലും അതിലെല്ലാം മരുന്നും ഇറക്കിയിട്ടുണ്ട്. ഫതദാവൂ, അതിനാൽ നിങ്ങൾ ചികിത്സിക്കണേ. വലാ തതദാവൂ ബിൽ ഹറാം, എന്ന ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അതാ ഇസ്ലാമിന്റെ തത്വം. ചികിത്സിക്കണം, പക്ഷേ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. ഈ ചികിത്സിക്കൽ നിർബന്ധമാണോ? എല്ലാ രോഗത്തിനും ചികിത്സിക്കൽ നിർബന്ധമാണോ എന്ന് പറയാൻ കഴിയില്ല. ചില രോഗങ്ങൾക്ക് ചികിത്സിക്കൽ നിർബന്ധമായി മാറും, ചിലത് സുന്നത്തായി മാറും, ചിലത് അനുവദനീയമായി മാറും. ആ ചികിത്സയുടെയും രോഗത്തിന്റെയും സ്വഭാവം അനുസരിച്ചായിരിക്കും. ഒരു രോഗത്തിന് ഈ ചികിത്സ കൊണ്ട് ശമനം കിട്ടുമെന്ന് മഹാഭൂരിപക്ഷം സാധ്യതകളുമുണ്ട് എങ്കിൽ അവിടെ ചികിത്സിക്കൽ നിർബന്ധമാണ്. ചികിത്സ വേണ്ടാതെ പോകാൻ പറ്റൂല. ചില രോഗം പക്ഷെ ചികിത്സിച്ചാലും കാര്യമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല, രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പാണ്. അവിടെ ചികിത്സിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. അത് സന്ദർഭവും സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരും. ഇസ്ലാമിൽ അതിലുമുണ്ട് കാഴ്ചപ്പാടും അധ്യാപനങ്ങളും ഒക്കെ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്തിനും ഏതിനും ഈ വക ആടുകളൊരു വാക്കിട്ടിയാൽ മതി, ഓരങ്ങ് പറഞ്ഞാൽ മതി, ആ നൂല് കെട്ടിയാൽ മതി, ആ ഏഴ്സ് മതി, അവരെ വെള്ളം മതി, അവരെ ഊതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഊതാനും തോണ്ടാനും തടവാനും വെള്ളം കൊടുക്കാനും നൂല് കെട്ടാനുമായി കാത്തിരിക്കുന്ന ഒരുപാട് സിദ്ധവേഷം കിട്ടിയ തട്ടിപ്പന്മാർക്കിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളാവാം, ബീവിയാവാം, ഹോജയാവാം, മുസ്ലിയാരാവാം, ശൈഖുനയാവാം, എന്ത് പേരിട്ടാലും ശരി, അത്തരമൊരു സിദ്ധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല ഒരാൾക്കും. രോഗം ശിഫിയാക്കുന്നവൻ പടച്ചറബ് മാത്രമാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, അല്ലാഹുവേ ജനങ്ങൾ രക്ഷിതാവേ, ഈ രോഗം നീ ഇല്ലാതാക്കണമേ, നീ ശിഫ നൽകണമേ, നീയാണ് ഷാഫി, നീ അല്ലാതെ ശിഫ നൽകുന്നവനില്ല. ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അബ്ബേ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല, നീ ശമനം നൽകണേ അല്ലാ. അന്ത ഷാഫി, നീയാണ് ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, നീയാണ് രോഗം ശമിപ്പിക്കുന്നവൻ, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റു ശമനമില്ല റബ്ബേ. ലോകത്തിന്റെ സട്ടാവാണ് രോഗം നൽകുന്നവൻ, ലോകത്തിന്റെ സട്ടാവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ. രോഗം വരാൻ ചില കാരണങ്ങൾ ഉണ്ടാകാം, എന്ന പോലെ രോഗം സുഖപ്പെടാനും അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളുണ്ട്. രോഗം വരാൻ കാരണമുണ്ടെങ്കിൽ രോഗം സുഖപ്പെടാനും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കാര്യം നടന്നേക്കാം. അതാ കാര്യകാരണ ബന്ധം. കാരണങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കാര്യം നടന്നേക്കാം. നടക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. റബ്ബ് ഉദ്ദേശിച്ചാൽ സുഖപ്പെടും. നബി ഞങ്ങൾ പറഞ്ഞു, ഫൈദാ ഉസീബ ബരിഅ ബിഇദ്നില്ലാഹ്, ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സുഖപ്പെടും. ആ രോഗം സുഖപ്പെടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഏത് മരുന്ന് വെച്ചാലും സുഖപ്പെടില്ല. റബ്ബിന്റെ അനുവാദമുണ്ടെങ്കിൽ, റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ, ഈ കാരണങ്ങൾ ഒത്തുവന്നാൽ ഫൈദാ ഉസീബ, ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ബരിഅ ബിഇദ്നില്ലാഹ്, റബ്ബിന്റെ അനുമതി പ്രകാരം സുഖപ്പെടും. അപ്പൊ ചികിത്സയും വേണം, അള്ളാഹുവിന്റെ ഇതിന് മശീഅത്തും വേണം. അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിലേക്ക്, തവക്കുൽ മരുന്നിലേക്കല്ല. തവക്കുൽ മരുന്നിലേക്കല്ല, മരുന്നൊരു കാരണം മാത്രമാണ്. ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തവക്കുൽ റബ്ബിലേക്ക്, റബ്ബ് അനുവദിച്ച, റബ്ബ് നിശ്ചയിച്ച ഒരു വ്യവസ്ഥയെ, ഒരു സിസ്റ്റത്തെ, ഒരു നിമിത്തത്തെ ഉപയോഗപ്പെടുത്തുക. ആ വ്യവസ്ഥയെ ഉപയോഗിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കാര്യം നടക്കും, ഉദ്ദേശിച്ചില്ലെങ്കിലോ കാര്യം നടക്കുകയില്ല. അത് ഈ പ്രപഞ്ചത്തിലെ മൊത്തം സംവിധാനം അങ്ങനെയാണ്. വിവാഹം കഴിക്കുക, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ സന്താനം ജനിക്കും. എന്താ വിവാഹം കഴിക്കാതെ ഭാര്യയുമായി ബന്ധപ്പെടാതെ റബ്ബേ ഒരു കുട്ടിയെ നൽകണമെന്ന് പ്രാർത്ഥിച്ചാലോ അത് റബ്ബിനെ പരിഹസിക്കലാണ്. അള്ളാഹ് അനുവദിച്ച, അള്ളാഹ് നിശ്ചയിച്ച വ്യവസ്ഥയെ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹിന്റെ മശീഅത്തിന്, അവന്റെ ഇതിന്, അവന്റെ ഉദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് തൗഫീഖ്. ആ തൗഫീഖ് ഉണ്ടായാൽ കാര്യം നടക്കും. അള്ളാഹിന്റെ ഉദ്ദേശം ഇല്ലെങ്കിലോ കാര്യം നടക്കൂല. വിവാഹം കഴിച്ചു, പതിറ്റാണ്ടുകൾ ദമ്പതിമാരായി ജീവിച്ചു, പക്ഷെ റബ്ബ് അവർക്ക് ഒരു സന്താനം നൽകാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ സന്താനം ഉണ്ടാവൂല. കാരണങ്ങളെല്ലാം ഉണ്ട്, കാര്യം നടക്കുകയില്ല. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും അല്ലാഹു തആല ഇവിടെ കണക്ട് ചെയ്തത് കാര്യകാരണ ബന്ധം എന്ന അടിസ്ഥാനത്തിലാണ്. കാരണങ്ങളുമായി ബന്ധപ്പെട്ടാൽ കാര്യമുണ്ടാവുക റബ്ബ് ഉദ്ദേശിച്ചാൽ. അതാ പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നിശ്ചയിച്ച, പ്രപഞ്ച സൃഷ്ടാവ് നിശ്ചയിച്ച കാരണങ്ങളുമായി ബന്ധപ്പെടുക.
കാരണങ്ങളാക്കിയ റബ്ബിനോട് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ അല്ലാഹ് ഉദ്ദേശിച്ചാൽ അക്കാര്യം നടക്കും. ഉദ്ദേശിച്ചില്ലെങ്കിലോ കാര്യം നടക്കൂല. പിന്നെന്താ ചികിത്സിച്ചത്, പിന്നെന്താ പ്രാർത്ഥിച്ചത്? എന്നാലും ലാഭമാണ്, അതിനും പ്രതിഫലം കിട്ടും, ആ പ്രാർത്ഥിച്ചതിന് കൂലി കിട്ടും, മറ്റൊരുപാട് ലാഭമുണ്ടാകും, പരലോകത്ത് നേട്ടമായി മാറും. അതാണ് വിശ്വാസത്തിൽ കാണുന്ന മെച്ചം. അതിനാതെ ചികിത്സ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഡയാലിസിസ് വേണ്ട, എല്ലാം നിർത്തി എന്ന് പറയുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചതല്ല. നമ്മളെ പകരം മുസ്ലിയാർ ചോദിക്കുന്നത്, ആന പ്രസവിക്കുന്നില്ലേ, ആട് പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, അതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ? പിന്നെ എന്തിനാ അപ്പൊ മനുഷ്യന്മാർ അങ്ങോട്ട് പോണത് എന്ന ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാത്ത, ഒരു നിലക്കും ഇസ്ലാമിന് ഒരു സ്വീകാര്യമല്ലാത്ത ആശയമാണ് അയാൾ പ്രസംഗിക്കുന്നത്. ആ ഭാഗം ഒന്ന് കേൾക്കുക നിങ്ങൾ. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയായാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരാണ്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ വിളിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേരുന്ന്, ആട് പേരുന്ന് 2, 3, 4. നായ 3-ാം മാസം പേരുന്ന്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല, രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറെല്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറുലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിട്. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് കുടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് തക്കും. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ, വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത് ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രൂണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്, വെള്ളം നിറഞ്ഞ. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ, 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെച്ച് വരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തൂരി അന്നോടാരതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യമാർ കുട്ടി, എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ, കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പകരനെ കാണില്ല. അന്ന് പറഞ്ഞതൊക്കെ പുറത്ത് വിടുകയാണ്. പുറത്ത് വിട്ട് ഇപ്പൊ അകത്താകുമെന്ന് പേടിയാ. അപ്പൊ 1337 പ്രസവം മലപ്പുറം ജില്ലയിൽ വീട്ടിൽ നിന്ന് നടന്നു പറഞ്ഞത് അത് ഏതാണ്ടൊക്കെ മൂപ്പര കെയർ ഓഫ് തന്നെയാണ്, വേറെ ഇതുമല്ല. മൂപ്പര മക്കള്, പേരെ കുട്ടിയാണ്, പെങ്ങന്മാരെ മക്കള്, മൂപ്പര് പഠിപ്പിച്ച കുട്ടിയാണ്. അങ്ങനെ ഏതാണ്ടൊക്കെ മൂപ്പര ബാക്കിയാണ് ഈ ചട്ടിപ്പറമ്പും കണക്ഷനും മൂപ്പരത്തേക്ക് പോയത്. പകരന്റെ തൊഴികത്തപ്പെട്ട ഈ ചങ്ങാതിയും ഇവിടുത്തെ ഈ ചങ്ങാതി സിറാജുദ്ദീൻ ചീഫിയും പകരന്റെ തൊഴികത്ത് കൂടിയിട്ട് മൂപ്പര ഉപദേശം അനുസരിച്ചാണ് ചെയ്തത് എന്നാണല്ലോ ഇപ്പൊ പുറത്തുന്ന വിവരങ്ങൾ. എന്താ മൂപ്പര പറഞ്ഞ ന്യായം? ആന പ്രസവിക്കുന്നില്ലേ, ആട് പ്രസവിക്കുന്നില്ലേ, നായ പ്രസവിക്കുന്നില്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ടാണോ എന്നാ? ഏതെങ്കിലും ആന പള്ളിക്ക് മുദ്രീസയിക്കണോ? എന്തിനാ മൂപ്പര് മുദ്രീസായത്? ഏതെങ്കിലും ആനക്ക് വലിയ ടിഫിൻ ബോക്സ് ചോറ് കൊണ്ടേ കൊടുക്കലുണ്ടോ? മൂപ്പര് കൊണ്ടേ കൊടുക്കുന്നുണ്ടല്ലോ. അതെന്താ മൂപ്പര് പറയാത്ത? ഇത് 3 നേരം താങ്ങി പിടിച്ച് കൊണ്ടുവരുമ്പോ പോടാ അവിടുന്ന്, ഒരു ആനക്കും പൂച്ചക്കും ആരെയും കൊണ്ടേ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണില്ല. ഇതിനു മാത്രം ആ ഉദാഹരണം. ആനയെയും പൂച്ചയെയും പോലെയാണോ മനുഷ്യൻ? അത് അല്ലാഹ് പറഞ്ഞത്. അതിനേക്കാളും മതപതിച്ചു പോകുന്നു. ഏറ്റവും അധമന്മാരായി മനുഷ്യന്മാർ അല്ലാഹു തരം താഴ്ത്തുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നതാണ് ഈ വക വർത്തമാനങ്ങളൊക്കെ. ഗർഭം രോഗമല്ല, ശരിയാ, നമുക്ക്. പക്ഷെ ഗർഭത്തിന്റെ സമയത്ത് ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട്. ഗർഭസമയത്ത് ശരീരത്തിന്റെ സംവിധാനങ്ങൾ മാറുന്നു, മാനസികമായ പ്രയാസമുണ്ടാകുന്നു, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു, BP കൂടുന്നു, ഷുഗർ കൂടുന്നു, പലവിധ പ്രയാസങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാകും. ഒരു ചെക്കപ്പ് ആവശ്യമാണ്, ഒരു പരിശോധന ആവശ്യമാണ്. അല്ല ഒരു പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അതല്ലാതെ
ഇത് ആനയോടും പട്ടിയോടും പൂച്ചയോടും ഉപമിച്ചിട്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോകണില്ലല്ലോ, അതുകൊണ്ട് നമുക്കും പോകേണ്ടതില്ല എന്ന് പറയുന്ന ന്യായം ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല. ഫതദാവൗ എന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യന്മാരോടാ. അല്ല രോഗമിറക്കിയാൽ അതിന് മരുന്ന് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ചികിത്സിക്കുവീൻ ഇബാദല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഒരു ഹദീസ് പ്രയോഗം. അള്ളാന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുവീൻ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് ഒന്നും അറിയാനിട്ടല്ലോ, എന്താണോ വായിൽ വരുന്നത് അതാണ് വിളിച്ചു വരുന്നത്. ഇപ്പൊ ചാനൽ ചോദിക്കുക, അല്ല നിങ്ങളെ മുഷാവറ മെമ്പറാണല്ലോ പകര, നിങ്ങളെ കാര്യപ്പെട്ടാണോ ആണല്ലോ പകര, അയാളാണല്ലോ ഇതൊക്കെ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ ഉത്തരമില്ലാത്തതുകൊണ്ട് ഒരു സഖാഫി വന്ന് പറഞ്ഞത്, പകരപ്പം നമ്മളൊപ്പല്ല, മൂപ്പര് പുറത്താണ് എന്നാ. ഏറ്റവും ചെറിയ കുട്ടിനെ പറഞ്ഞത് പറയാൻ വേണ്ടി, കാരണം വലിയവർക്ക് പറയാൻ ധൈര്യം. എന്നാ ആരാ പകരാന്നറിയോ? ഇവര് പകരയെ തള്ളിയപ്പോ അങ്ങേ പുറത്തുനിന്ന് മറ്റേ ടീം ഇറങ്ങി, നിങ്ങൾ അങ്ങനെ തള്ളാൻ പറ്റൂല, പകര തള്ളിയാൽ അത് അവിടെ നിൽക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റോരെ ഇത് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഭാഗം കേൾക്കാം, ആരാ പകരാന്നുള്ളത്. ആരെ പകരം? മുഹമ്മദ് ഹസനി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഖാളിയായ ചാലിയം മഹല്ലിലെ മുദർരിസ്. എങ്ങനെയാണ് തള്ളല്? ഒരു നടക്കു പോകൂല. നിങ്ങളെ ഗ്രാൻഡ് മുഫ്തി ഖാളിയായ ചാലിയം മഹല്ലിലെ ചാലിയം ജുമുഅത്ത് പള്ളിയിലെ മുദർരിസ്, നിങ്ങളെ സംഘടനാ വേദിയിൽ സമീപ സമയം വരെ അയാൾ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ നിങ്ങൾ തള്ളല്? പോട്ടെ, അയാൾക്ക് ഇപ്പൊ അടുത്തൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അത് അനൗൺസ് ചെയ്തതാരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ പറഞ്ഞ വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചതാരാ? മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുട്ടിപ്പടി തങ്ങൾ. നിങ്ങൾക്ക് ബന്ധല്ലാന്നോ? അപ്പൊ കണ്ട സഖാഫിയായി ചോദിക്കുന്നത്, ഈ ചോദിക്കുന്നവൻ സഖാഫിയാണ്. പകരയുമായി ബന്ധമില്ലാന്ന് ചാനലിൽ പോയി പറഞ്ഞപ്പോ അപ്പോൾ സഖാഫി പറയേ അങ്ങനെ തള്ളാൻ പറ്റൂല. മൂപ്പര് വലിയ ഉസ്താദാണ്, മാദിഹുർ റസൂൽ മൂപ്പർക്ക് സ്ഥാനപ്പേര് കൊടുത്തത്, അവാർഡ് കൊടുത്തു. നബിയുടെ മധു പറഞ്ഞതിന്, ഔലിയാക്കന്മാരെ മധു പറഞ്ഞതിന് അവാർഡ് കൊടുത്തു മൂപ്പർക്ക്. എന്നിട്ട് ഇപ്പൊ പറയേ ഇപ്പൊ ഞങ്ങൾ സംഘടന ഇതില്ല, എളുപ്പമുണ്ടല്ലോ, തൽക്കാലം ഒഴിവാക്കിയാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് സംഘടന ഇല്ല എന്ന് പറയാം. അത് സംഘടന ഉണ്ടോ എന്നതല്ല, ഇതിനൊക്കെ മുഴുവൻ അസുര് നിങ്ങൾ പഠിപ്പിക്കുന്ന ശിർക്കിന്റെയും ഖുറാഫത്തിന്റെയും അസുരാണ്. പടച്ച റബ്ബിൽ നിന്ന് മനുഷ്യന്മാരെ അകറ്റുകയും പടപ്പുകളെ കൊണ്ടുപോയി കെട്ടുകയും ചെയ്യുന്ന അനിസ്ലാമികമായ ശിർക്കിന്റെ ബേസ്, ആ അസുരാണ് ഈ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്കും ഇത് എത്തിക്കുന്നത്. അത് ഈ ഒരു പ്രസവത്തിന് മാത്രമല്ല, ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ മേഖലയിൽ, ദിക്റിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ, ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ ഇന്ന് സമൂഹത്തിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ശിർക്ക് തന്നെയാണ്. അതാണ് ശിർക്ക് ചെയ്താൽ ആകാശത്ത് വീണവനെ പോലെ എവിടുക്കാ പിന്നെ പോവുക, എന്താ ചെയ്യുക, ഒരു പിടുത്തം ഉണ്ടാവില്ല. പല വഴിക്കും പോയി ഒന്നുമില്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന. നീ ഇവർക്കെന്താ ലാഭം? ഇവർക്കുള്ള ലാഭം എന്താ? ഇത് തട്ടിപ്പാണ്, ഇത് പൈസ ഉണ്ടാക്കാനാണ്. അല്ലാതെ എന്താ? ഇത് പൈസ ഉണ്ടാക്കാനാണ്. ദീന് മുഴുവൻ കച്ചവടമായി മാറി. ദിക്ർ കച്ചവടമായി, ദുആ കച്ചവടമായി, സ്വലാത്ത് കച്ചവടമായി, കറാമത്ത് കച്ചവടമായി, ഖബർ കച്ചവടമായി, മരണം കച്ചവടമായി, പ്രസവം കച്ചവടമായി, എല്ലാം കച്ചവടം. ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോയാലോ ആ ലാഭം മറ്റു പലരാ കൊണ്ടുപോണത്, അല്ലാതെ ഇവർ കിട്ടൂല. അപ്പൊ ഇതെല്ലാം കച്ചവടമാക്കി മാറ്റുക, ഇതിനൊക്കെ മറവിൽ ലാഭം ഉണ്ടാക്കി മാറ്റുക. ഇപ്പൊ അവസാനം ഒരു മുസ്ലിം ഇറങ്ങിയിട്ടുണ്ട്, എന്താ? സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ മൂപ്പര മകൻ ഒരു ഒറ്റമൂലി. സാമ്പത്തിക പ്രയാസം എല്ലാവർക്കും ഉണ്ടാവില്ല, മൂപ്പരക്കുണ്ട്, അവിടെ മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനുള്ള ഒറ്റമൂലി മൂപ്പര് പറഞ്ഞോട്ടെ, കേട്ടോളിങ്ങൾ. വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു. 4 മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ 156 രൂപ വെക്കുക. നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത്. 2 പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണിക്കഷ്ണം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തുൽ ഫത്ഹ് ഓതുക. പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു യാസീൻ ഓതി സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞ് പേഴ്സിൽ സൂക്ഷിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുകളും ദിക്റുകളും 14 ദിവസം പതിവാക്കുക. 1 മാസം കഴിഞ്ഞ് പൈസ ദാറുൽ ഹക്മിലേക്ക് അയച്ചു കൊടുക്കണം. ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴ്ചിലവുകൾ കുറയുന്നതാണ്. അപ്പൊ കണ്ടോ, 1 മാസം കഴിഞ്ഞാൽ മൂപ്പരെ കോളേജ് കൊടുത്തേക്കാം. ഇതാണ് പരിപാടി. എന്തിനാ ഈ പണി എടുക്കുന്നത്?
സാമ്പത്തിക പ്രശ്നം തീരാണ്, അതിലുള്ള പൈസ മൂപ്പി കൊടുത്തേക്കാൻ. എന്നാ മൂപ്പയ്ക്ക് പണിയെടുത്താൽ പോലെ, മൂപ്പയ്ക്ക് പണിയെടുത്താൽ പോലെ. ഈ ബന്ധമായി 156 മടക്കി വെച്ചിട്ട് ഇതാണ് ചെല്ലാതെ മൂപ്പറ പ്രശ്നം തീരൂലേ? അത് മൂപ്പർക്കും വിശ്വാസമില്ല. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനം ഇതാണ്, മതം വിറ്റിട്ട് ജീവിക്കുക, മതം കച്ചവടമാക്കി മാറ്റുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറഞ്ഞു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലയോ വിശ്വാസികളെ, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നു. യഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ നിലക്ക്, അന്യായമായ നിലക്ക് ജനങ്ങളെ സമ്പത്ത് അവർ ഭക്ഷിക്കുന്നു. ഭക്ഷിച്ചിട്ടും ഉണ്ടാതൊക്കെയാണോ? അല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ കണ്ടതും കേട്ടതും ഒക്കെ. അവിടെ എന്ത് പേര് പറഞ്ഞാലും ശരി, ഈ വക തട്ടിപ്പിന് വ്യത്യസ്ത രൂപം ഉണ്ടാവും. മാല പാടിയിട്ടും മൗലിദ് ചൊല്ലിയിട്ടും നൂലൂതിയിട്ടും ചരട് കൊടുത്തിട്ടും വെറ്റില മന്ത്രിച്ചിട്ടും ഒക്കെ പല രൂപത്തിൽ. നമ്മുടെ പേരോട് ഉസ്താദ് പറഞ്ഞത് വെറ്റില മന്ത്രിച്ചാൽ മദീന. പണ്ടതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇപ്പതൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ മൂപ്പരായിക്ക് തിരിച്ചുകൊണ്ടാണ് നോക്കുന്നത്. അതും കൂടി കേൾക്കാം നമുക്ക്. ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു വെറ്റില വാങ്ങാം, ആ വെറ്റില നന്നായിട്ട് കഴുകി തുറക്കുക, ആ വെറ്റിലയുടെ മേലെ ഈർക്കിലി എടുത്തിട്ട് ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതുക. എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക, വാൽഖത്ത് മാ ഫീഹാ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ വെറ്റില മേലെ പിന്നെയും സ്ഥലം ബാക്കി ഉണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ എന്നിങ്ങനെ എഴുതി നിറക്കുക. എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക. അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി, ആ നീരിറക്കുക. അങ്ങനെ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല വിഷമമൊന്നും ഇല്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പ്രസവിപ്പിച്ചാൽ വളരെ സന്തോഷം, പ്രസവിച്ചിട്ട് വിളിക്കുക അറിയാം. കുറച്ച് കഴിയുമ്പോ എന്റെ കൂടെയുള്ള ഇസാഖ് സഖാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, വെറ്റില തിന്നലും പ്രസവിക്കലും. കണ്ടോ? അപ്പൊ വെറ്റില എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരും എവിടെയൊക്കെ ഒപ്പിച്ചപ്പം ഉണ്ടാക്കണത്, ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലൂടെയൊക്കെ ഈ വക സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ രംഗത്ത് വരിക. സഹോദരങ്ങളെ, ഇതൊന്നും ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പടച്ച റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുക. റബ്ബിന്റെ തീരുമാനം, അവന്റെ ഖദാ, അവന്റെ ഖദർ, അതാണ് ലോകത്ത് നടക്കുന്നത്. മരണം എന്നുള്ളത് ആയുസ് കഴിയുമ്പോൾ സംഭവിക്കും, തീർച്ചയാണ്. ആയുസ് റബ്ബ് നിശ്ചയിച്ച ആയുസ് എപ്പോൾ അവസാനിച്ചുവോ അവിടെ മരണം സംഭവിക്കും. അതിനും അത് നിശ്ചയിച്ച സബബുകൾ, നിമിത്തങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മരണത്തെ പോലും അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അൽ ജവാബുൽ കാഫിയിലൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. മരിക്കാതെക്കാനല്ല ചികിത്സ, മരണത്തിന് ചികിത്സയില്ല. മരണം സമയമായാൽ സംഭവിക്കും. പക്ഷെ രോഗത്തിന് ചികിത്സയുണ്ട്. ശമനം കിട്ടാൻ അതൊരു നിമിത്തമാണ്. അപ്പൊ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുക. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. ഇത് അടിസ്ഥാനമാണ്. റബ്ബ് തന്നാൽ തടുക്കുന്നവനില്ല, റബ്ബ് തടുത്താൽ നൽകുന്നവനുമില്ല. ഇത് അസ്ലാണ്, അടിസ്ഥാനമാണ്. ഇത് മനസ്സിലുറപ്പിക്കുക. ആ റബ്ബ് അനുവദിച്ച, റബ്ബ് നിശ്ചയിച്ച അനുവദനീയമായ സംവിധാനങ്ങളെ, വ്യവസ്ഥകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് ഭക്ഷണരംഗത്ത്, പാനീയത്തില്, ചികിത്സയില്, ജോലിയില്, സമ്പാദ്യങ്ങളില്, എല്ലാ രംഗത്തും റബ്ബ് അനുവദിച്ച വ്യവസ്ഥകൾ, സബബുകൾ അത് ഉപയോഗപ്പെടുത്താം. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ, അവന്റെ മശീഅത്തുണ്ടെങ്കിൽ ആ കാര്യം നടക്കും. അല്ലെങ്കിലോ കച്ചവടം ചെയ്താലും ലാഭം ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്ര വലിയ സാമർഥ്യമുണ്ടെങ്കിലും കച്ചവടം ചെയ്തു പൊളിഞ്ഞു പോണ മനുഷ്യന്മാരുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല ഈ കച്ചവടത്തിൽ അവന് ലാഭം ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് അസ്വല്. അല്ല, അതിന് തങ്ങളെ പോയി കണ്ടിട്ട് കാര്യമില്ല, അതിന് ബീബിയുടെ നൂല് കൊണ്ട് കാര്യമില്ല, അതിന് ഉസ്താദിന്റെ വെറ്റില കൊണ്ട് കാര്യമില്ല, അത് മറ്റോന്റെ പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല. അതും ഇതും യാതൊരു ബന്ധവുമില്ല. അവരും മനുഷ്യരാണ്, അവരും സൃഷ്ടികളാണ്.
അവിടെ ഏതു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളിലേക്ക് മടങ്ങലല്ലാതെ വേറെ പരിഹാര മാർഗമൊന്നുമില്ല. ഇത്തരം സിദ്ധന്മാർ, സിദ്ധവേഷം കെട്ടിവിടുന്നവർ കാഫിലക്കാരായും അല്ലാത്തവരായും ഓൺലൈനായും ഓഫ്ലൈനായും മനുഷ്യന്മാരെ പണം അപഹരിക്കാൻ നിൽക്കുന്ന എന്ന് പറഞ്ഞ അന്യായമായി ജനങ്ങളെ സമ്പത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ ആ ഗണത്തിൽ പെടാതിരിക്കാൻ ഉസ്താദുമാരെ നിങ്ങളും ശ്രദ്ധിക്കുക. അത്തരം കെണിയിൽ പോയി ചാടാതിരിക്കാൻ വിശ്വാസികളെ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മൾ ഒരു നാട്ടിൽ നടക്കാൻ പാടില്ല. ഇനിയൊരു പെണ്ണിനും ഇത്തരം ഒരു ദുരവസ്ഥ വരാൻ പാടില്ല. വേദന കൊണ്ട് പൊളയുമ്പോഴും അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോഴും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാകാതെ, ചികിത്സിക്കാൻ തയ്യാറാവാതെ CM മടവൂരിന്റെ ബർക്കത്ത് മതി, CM മടവൂരിന്റെ കരാമത്ത് മതി എന്നും പറഞ്ഞുകൊണ്ട് ആ അന്ധവിശ്വാസം തലയിലേറി ആ സഹധർമ്മിണിയുടെ ജീവൻ നഷ്ടമാകാൻ നിമിത്തമായി മാറിയ ആ സംഭവം കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ സമാനമായത് ആവർത്തിച്ചുകൂടാ. അശ്രദ്ധ കൊണ്ട്, അന്ധവിശ്വാസം കൊണ്ട് ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടുകൂടാ എന്ന തിരിച്ചറിവ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീന് ശരിയാമണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദീനു പ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.